പലരുടെയും പ്രവർത്തനങ്ങളും വർത്തമാനം. നമ്മൾ ഒരാൾക്ക് മദ്യവെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാവലിടുന്ന സ്ഥിതിയിലേക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത് രാവിലെ തന്നെ, അതിരാവിലെ തന്നെ, ഉച്ചയായില്ല, രാവിലെ തന്നെ നമ്മൾ അങ്ങനെ വരാൻ പാടില്ല. അത് മൂപ്പരും മറ്റുള്ളവരും ഇവിടെയുള്ള സഹോദരിമാരും അമ്മമാരും ഒക്കെ ശ്രദ്ധിക്കണം. ആരെയാണെന്ന് മനസ്സിലായി പിന്നെ സ്വയം കൈവിടിക്കാതെ എന്തോ പറയാറ്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇതാണ് കണ്ടു വളരുന്നത്. ഈ കുഞ്ഞുങ്ങളൊന്നും ഇത് കണ്ടു വളരാൻ പാടില്ല. അത് നല്ലതല്ല. മുതിർന്നവർ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകണം. വളരെ അച്ചടക്കത്തോടെ ഈ ഒരു നഗറിൽ നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുണ്ടാക്കേണ്ടത്. വേറൊരു കാര്യം പറയാൻ വന്ന കാര്യം അതല്ല, നിങ്ങൾ നിഷ്കളങ്കരായ ഹൃദയമുള്ളവരാണ്. എനിക്കറിയാം, വർഷങ്ങളായി നമ്മൾ തമ്മിൽ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിച്ചവരാണ്. നിങ്ങളുടെ മനസ്സിന്റെ നൈർമല്യവും നന്മയും എനിക്കറിയാം. യാതൊരു കാപട്യവും നിങ്ങളുടെ ഉള്ളിലില്ല. ഈ മദ്യത്തിന്റെ ഒരു പ്രശ്നം ഒഴിച്ചാൽ ഒരു കാപട്യവും നിങ്ങളുടെ ആരുടെയും ഉള്ളിലില്ല. എല്ലാവരും നിഷ്കളങ്കരെ സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ നിഷ്കളങ്കരായിട്ടാണ്. ആ മനസ്സിലൊന്നും കള്ളത്തരം വെക്കാതെ എന്നോട് സ്നേഹത്തോടെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നവരാണ് നിങ്ങൾ. ഞാൻ എന്റെ അനുഭവത്തിൽ ഒഴിച്ചത് അത് എല്ലാ ജനപ്രതിനിധികൾക്കും എല്ലാ പൊതുപ്രവർത്തകർക്കും അറിയാം. അത്ര നിഷ്കളങ്കരായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്നു, ഇതിനിടയിൽ ചില ആളുകൾ വന്നിട്ടുണ്ട്. ഈ പദ്ധതി എന്നോട് വരാക്കും, നമ്മളിരുന്ന് ആലോചിച്ച് ഇന്നേലും ജോലിയാണ്. അതിനിടയ്ക്ക് അവിടെ എവിടെയും കത്തൊക്കെ അയച്ചിട്ട് പണ്ട് ഇവിടെ എല്ലാവർക്കും കക്കൂസ് അനുവദിച്ചു. അതിനെ വിവാദത്തിൽ മുക്കി. ഇല്ലേ സാറേ? സാറിനറിയാം, വ്യാസനൊക്കെ അറിയാം. അതിനെ മെമ്പർ എന്താ പറയുന്നത് കറക്റ്റല്ലേ? അത് എല്ലാവർക്കും കിട്ടിയതാണ്. ആ പദ്ധതിയെ വിവാദത്തിൽ മുക്കി ചില ആളുകൾ അത് ഏറ്റുകയറി പിടിച്ചിട്ട് അതിന്റെ കോൺട്രാക്ട് പണി തീർക്കാതെ നശിപ്പിച്ച് ഇല്ലാതെയാക്കി. അന്നല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഓഫീസർ മനസ്സിലാക്കി ഇവിടെ കൊടുത്തതാണ്. ഈ ആനുകൂല്യം കിട്ടിയവർ തന്നെ ഇപ്പോഴും ചോദിക്കുന്നു പറഞ്ഞാൽ എന്താ പറയാ, അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെയുള്ള ചില ആൾ, ഇവിടെ വന്ന് കയറിയ ചില ആൾ, ഇവിടെ ഉള്ളവരല്ല, ഇവിടെ വന്ന് കയറി നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് ബഹളമുണ്ടാക്കി പത്രക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് കള്ളത്തരമൊക്കെ പറഞ്ഞു കൊടുത്ത് അന്ന് പൂർത്തിയാക്കാതെ പോയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എനിക്കും അറിയാം. നമ്മളത് കണ്ടവരാണ്. അത്തരത്തിലുള്ള ക്ഷുദ്രജീവികൾ ഇനി കയറി വരും. അവരെ ഒന്നും പഠിപ്പിക്കരുത്. ഈ 1 കോടി രൂപയും അതിനനുബന്ധമായി ലഭിക്കാൻ പോകുന്ന പണം അദ്ദേഹം പറഞ്ഞു, ഞാൻ വ്യക്തമായി പറഞ്ഞു, നമ്മുടെ പദ്ധതികൾ കൊടുത്താൽ പണം തരും. അത് വളരെ ബുദ്ധിപരമായി നമ്മൾ ഇതോടുകൂടി നമ്മുടെ നില മെച്ചപ്പെടണം. അല്ലാതെ ഈ ഓരോരുത്തന്മാർ വന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ഗതികെട്ടവരായിട്ട് കയറുന്ന പരിപാടി ഈ നഗറിൽ ഇനി ഉണ്ടാകരുത്. നിങ്ങൾക്ക് ഞാനുണ്ട് കൂടെ. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് നീങ്ങുക. നിങ്ങൾ എന്താണോ ആഗ്രഹങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് നമ്മുടെ ലിസ്റ്റ് ചെയ്ത് കമ്മിറ്റി ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നടക്കും. അതിനൊരു സംശയമില്ല. അതിൽ നടക്കാതെ പോകുന്ന ചില കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതലായി പണം ലഭിക്കാനുള്ള നടപടിയുള്ളൂ. അതും ഒരു ആശങ്ക വേണ്ട. ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു വേണ്ട. അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഈ റോഡ്, മതിൽകെട്ട്, വേലികെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലേക്ക് മാറ്റാം. മറ്റുള്ളതെല്ലാം ഈ 1 കോടി ഉപയോഗിക്കുക എന്ന് മാത്രം സ്നേഹത്തോടെ ഞാൻ പറയുന്നു. പണം നമുക്ക് വേണ്ടി തന്നതാണ് സർക്കാർ. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെയും ജീവിത നിലവാരം ഉയരണം. നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തണം എന്നതായിരിക്കും നമ്മളെ പറ്റി ഓർത്തില്ലെങ്കിൽ പോലും വരുന്ന തലമുറയിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും വളരാനുമുള്ള ഒരു ജീവിത നിലവാരം ഉയർത്തിയെടുക്കണം. അതുപോലെ ഇവിടെ ട്രൈബൽ ഓഫീസറോട് പരാതി എനിക്ക് പറയാനുള്ള ഇവരൊരു പരാതിയുണ്ട്. അതായത് പലപ്പോഴും വണ്ടി പിടിച്ചവർ ഹോസ്പിറ്റലിലേക്ക് പോകും. ആ പണം കൊടുത്ത് റീഫണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അതൊന്ന് വേഗത കൂട്ടാൻ നടപടി. നഗറിന് വേണ്ടി 1 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയുടെ ഭാഗമായി അംബേദ്കറുടെ നാമത്തിലുള്ള ഈ പദ്ധതി ധാരാളം നഗറുകളെ, പട്ടികജാതി പട്ടികവർഗ നഗറുകളെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ നഗറിന്റെ പരിമിതികളെ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി. ഈ 1 കോടി രൂപയിൽ 18% കേന്ദ്ര സർക്കാരിന്റെ GST ആയിട്ട് 18 ലക്ഷം രൂപ അവർ കൊണ്ടുപോകും. ബാക്കി പണമാണ് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളിത് നിങ്ങളെല്ലാവരും ചേർന്ന് ആലോചിച്ച് നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കും. അതിന് MLA അധ്യക്ഷനായിരിക്കും. പിന്നെ ഊരിൽ നിന്ന് 2 പുരുഷന്മാരും 2 സ്ത്രീകളും ഒക്കെ കൊണ്ടുവന്ന് കമ്മിറ്റിയാണ്. അല്ലേ? ആ കമ്മിറ്റിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവും, ST ഓഫീസർ ഉണ്ടാവും. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ആലോചിച്ച് ഒരു ലിസ്റ്റ് കൊടുക്കും. ഇന്ന പണികളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കും. അപ്പോൾ ആ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. ഇതിൽ 2 തരം, ശ്രദ്ധയോടെ കേൾക്കുക, 2 തരത്തിലാണ് ഇതിന് പണം ഉപയോഗപ്പെടുന്നത്. ഒന്ന് പൊതുവായ കാര്യങ്ങൾ. ഇതിനകത്ത് തന്നെ ഇവിടെ ലിസ്റ്റ് നിങ്ങൾ ഓൾറെഡി ഒരു കൂട്ടം കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഭൗതിക സാഹചര്യങ്ങളുടെ പൊതുവായ വികസനമാണ്. ഇതിനകത്തുള്ള റോഡ് അല്ലെങ്കിൽ സൈഡ് കെട്ട്, പിന്നെ അംഗൻവാടി, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ക്ഷേത്രത്തിലേക്കുള്ള വൈദ്യുതിയുടെ കാര്യം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, തോട് നിർമ്മാണം, അതൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. 2ാം ഭാഗം എന്ന് പറയുന്നത് വ്യക്തിഗത ആനുകൂല്യങ്ങളാണ്. വീടുകൾക്ക് മെയിൻ്റനൻസ്, കക്കൂസുകൾ നിർമ്മിക്കുക,
ഇത് എല്ലാവർക്കും കക്കൂസ് എന്നുള്ള നിലയിലേക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഞാൻ മറ്റ് നഗറുകളിലെല്ലാം സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അടിസ്ഥാനപരമായി നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ പറയാം 1 കോടി രൂപ കൂടാതെ തന്നെ ഈ നമ്മുടെ ഈ നഗരത്തിന്റെ ഉള്ളിൽ ഭൗതിക സാഹചര്യം വികസിപ്പിച്ചു വരുന്നത് നമ്മുടെ അടിസ്ഥാന ജീവിതത്തിൽ ഉയർച്ചയാണ്. നമ്മളെ എപ്പോഴും വീട്ടിലുണ്ട്, വീടിന് ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം, കക്കൂസ് സൗകര്യങ്ങളൊന്നുമില്ല. അത് മറ്റ് പറമ്പിലോ കാട്ടിലോ കയറി പോകും. അതൊക്കെ മാറണം. എല്ലാ വീട്ടിലും ഇപ്പം നമ്മൾ ഈ പണം ഉപയോഗിക്കുമ്പോൾ എല്ലാ വീട്ടിലും കക്കൂസ് ഇല്ലാത്തവർ കൂടി അത് കൊടുത്ത് അത് പൂർത്തിയാക്കും. പിന്നെ വീടുകൾക്ക് വൈദ്യുതി ഇല്ലാത്തവർ വയർ ചെയ്യാൻ, വൈദ്യുതി ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ വയർ ചെയ്യാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവർക്ക് വയർ ചെയ്ത് അവർ എല്ലാ വീട്ടിലും വെളിച്ചം ഉണ്ടാക്കണം. കാരണം നമ്മുടെ ഈ പ്രദേശത്ത് വൈദ്യുതി കൊണ്ടുവന്നത് ഞാനാണ് വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം എല്ലാ വീട്ടിലും വൈദ്യുതി വന്നു, പക്ഷെ വയറിങ് കറക്റ്റ് അല്ലെങ്കിൽ അവർ കണക്ഷൻ തരത്തില്ല.